തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ എവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 37-ാം വാക്യമാണ്. എന്നാൽ മാരേശക്കാരനായ ദോദാവയുടെ മകൻ എലിയേസറും യഹോശാഫാത്തിന് വിരോധമായി സംസാരിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. തകർക്കുവാനും പണിയുവാനും കഴിയുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവൻ ആദ്യകാലങ്ങളിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. 35-ാം വയസ്സിൽ രാജാവായ യഹോശാഫാത്ത് യഹൂദയിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ജനത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും യഹൂദ നഗരങ്ങളിൽ അയച്ചു. രാജാവ് തന്നെ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ച് ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി. യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുകയും നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ എന്ന് ജനത്തെ ഉപദേശിച്ചു. ദൈവജനത്തിൻ്റെ ശത്രുവായ മോവാബ്യരെ പരാജയപ്പെടുത്തി. ആയുധം പ്രയോഗിക്കാതെ തന്നെ മോവാബ്യർ തമ്മിൽ വെട്ടി മരിക്കത്തക്കവണ്ണം ദൈവം ഇസ്രയേലിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ദേശത്ത് നീതിയും ന്യായവും പ്രവർത്തിക്കുവാൻ ജനത്തിന് പ്രചോദനം നൽകി. അവരുടെ വ്യവഹാരങ്ങൾ പരിഹരിക്കുവാൻ ന്യായാധിപന്മാരെ നിശ്ചയിച്ചു. ഇങ്ങനെ ആത്മീകമായും ഭരണപരമായും നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയ വ്യക്തിയായിരുന്നു യഹോശാഫാത്ത്. എങ്കിലും പൂജാഗിരികളെ നീക്കിക്കളഞ്ഞിരുന്നില്ല എന്ന് വായിക്കുന്നു. പല നല്ല കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണെങ്കിലും ഒരു തെറ്റായ കാര്യം അവനിൽ ഉണ്ടായാൽ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും പ്രഭ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. യഹോശാഫാത്തിനും അതുതന്നെ സംഭവിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മഹാദുഷ്ടനായ അഹസ്യാവുമായി സഖ്യത ചെയ്തു. അവൻ തർശീശിലേക്ക് പോകുവാൻ കപ്പലുണ്ടാക്കുന്നതിൽ യോജിക്കുകയുണ്ടായി. ദുഷ്പ്രവർത്തിക്കാരനായ അഹസ്യാവുമായി സഖ്യത ചെയ്ത് പ്രവർത്തിച്ചത് ദൈവത്തിന് അനിഷ്ടമായി. പ്രവാചകനായ എലിയേസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു. അപ്രകാരം തന്നെ സംഭവിച്ചു. കപ്പലുകളുടെ പണി നടന്നെങ്കിലും അത് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. ദൈവത്തെ കൂടാതെയുള്ള പണികളും ദൈവഹിതപ്രകാരമല്ലാത്ത കൂട്ടുകെട്ടുകളുമെല്ലാം തകർന്നു പോകുന്നുവെന്നത് എത്രയോ സത്യമാണ്. നമ്മുടെ പ്രവർത്തികളെ ഫലവത്താക്കുന്നത് ദൈവമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ബാബേൽ ഗോപുര നിർമ്മാണത്തെക്കുറിച്ച് ഉൽപ്പത്തി 11-ൽ നാം വായിക്കുന്നു. എന്നാൽ ആ പണി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം അനുവദിച്ചില്ല. അത് ദൈവത്തിനെതിരായുള്ള മത്സരമായിരുന്നു. ആര് ദൈവത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചാലും അത് പരാജയത്തിലേക്ക് കലാശിക്കൂ. യഹോവയുടെ പ്രവർത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയുമെന്ന് 28-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ പണികൾ ദൈവഹിതപ്രകാരമുള്ളതോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനത്തിന്മേൽ പണിയുന്നത് നിലനിൽക്കും. മണലിന്മേൽ പണിത വീട് തകർന്നു പോയെങ്കിലും പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട് കാറ്റും മഴയും വന്നപ്പോഴും അത് തകർന്നു പോയില്ല. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. അവൻ്റെ പണി മരം, പുല്ല്, വൈക്കോൽ എന്നിവയ്ക്ക് തുല്യമെങ്കിൽ അഗ്നിശോധനയെങ്കിലെല്ലാം കത്തിച്ചാമ്പലാകും. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ളതാണെങ്കിൽ അഗ്നിയിൽ കൂടി കടത്തിവിട്ടാലും അത് പിന്നെയും ശേഷിക്കും. അനാവശ്യ കൂട്ടുകെട്ടുകൾ അപകടത്തിലേക്ക് നയിക്കുന്നുവെന്ന് യഹോശാഫാത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ലാപ്പിണ കൂടരുത് എന്ന് വചനം വ്യക്തമായി പ്രബോധിപ്പിക്കുന്നു. വിശ്വാസ കപ്പൽ തകർന്നുപോയ അലക്സാണ്ടറിനെയും ഹുമനിയോസിനെയും കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസ് 2:19-20 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ തങ്ങളുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. നാം ദൈവസന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈകളുടെ പ്രവർത്തികളെ കർത്താവ് സാധ്യമാക്കി തരും. അല്ലാത്തവ ദൈവം തന്നെ തകർത്ത് കളയും. അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയാലും പിന്നെയും നിലനിൽക്കുന്ന പ്രവൃത്തികളെങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവർത്തികൾ നിലനിൽക്കുന്നതായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കൂടാതെയുള്ള പണികളും ദൈവത്തോട് കൂടെയുള്ള പണികളും ഇത് രണ്ടും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു.
ദൈവത്തെ കൂടാതെയുള്ള പണികളെല്ലാം നിഷ്ഫലമായി തീരുമ്പോൾ ദൈവത്തോടു കൂടെയുള്ള സകല പ്രയത്നങ്ങൾക്കും അവിടുന്ന് പ്രതിഫലം തരുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ കൈകളുടെ പ്രവർത്തികളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.